ഇതന്നെ ശ്രദ്ധിച്ചാൽ മതി. നഖം നഖം കണ്ടോ, നമ്മള് നഖം വെട്ടുമ്പോ നമുക്ക് വേദനയില്ല. ഒരൽപ്പം കയറ്റി വെട്ടിപ്പോയാൽ എന്താ വേദന. നഖം വെട്ടുമ്പോ വേദനയില്ലല്ലോ, കാരണം അതാ വെട്ടി ഒഴിവാക്കാനുള്ളതാണ്. അതുകൊണ്ട് പടച്ചവൻ നഖം വെട്ടുമ്പോ നമുക്ക് വേദന നൽകിയിട്ടില്ല. മുടി വെട്ടുമ്പോൾ വേദനയില്ല. മുടി വെട്ടാൻ വേണ്ടി ബാർബർ ഷോപ്പിൽ പോയി ബ്ലേഡ് ഉപയോഗിച്ചിട്ട് എവിടെങ്കിലും തൊലി ഒരു ലേശം നിരങ്ങിയാൽ തന്നെ കുളിക്കുമ്പോ അസഹ്യമായ നീറ്റലുണ്ട്. പക്ഷെ മുടി വെട്ടിയതിന്റെ വേദന ഇതുവരെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കാരണം മുടിയും നഖമൊക്കെ ഒഴിവാക്കാനുള്ളതാണ്. അപ്പൊ നഖം വെട്ടുമ്പോ നഖത്തിന് തീരെ വേദനയില്ല, കാരണം അത് ഒഴിവാക്കാനുള്ളതാണ്. കാരണം നഖം കൂടുതൽ വളർന്നാൽ ബുദ്ധിമുട്ടാണ്. ലോക റെക്കോർഡ് ഇട്ട ഒരു നഖമുള്ള ആളുടെ ഒരു ഫോട്ടോകളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പൊ അയാൾക്ക് 2 കൈയിലെയും മുഴുവൻ നഖവും താഴെ വരെ ഉണ്ട്. അയാൾ ഇങ്ങനെ വെച്ചാൽ നഖം താഴെ തട്ടും. കൈ ഇങ്ങനെ പൊക്കിയാൽ തന്നെ നഖം താഴെ ഇങ്ങനെ കെട്ടും. അപ്പൊ അയാളുടെ ജീവിതചര്യ ഇങ്ങനെ പറയാണ്, അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു സാധനം പിടിക്കാൻ കഴിയില്ല, എടുക്കാൻ കഴിയില്ല, സ്വന്തമായി ബാത്റൂമിൽ പോകാൻ കഴിയില്ല. അപ്പൊ അയാൾ ബാത്റൂം പോയാൽ അവിടെ വൃത്തിയാക്കി കൊടുക്കുന്നത് ഭാര്യയാണ്. കാരണം എന്താ? ഈ നഖം ഇങ്ങനെ നീണ്ടു വളർന്നാൽ അതുകൊണ്ട് ഒരു കാര്യം നടക്കൂല. കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഭാര്യയാണ് വാരി കൊടുക്കുന്നത്. പിന്നെ ഇയാൾ ഇത്ര ഇടങ്ങേറായിട്ട് എന്തിനാ ഈ നഖം വളർത്തുന്ന വെച്ചാൽ ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടി ചെയ്തതാണ്. അയാളെങ്ങനെ ഗിന്നസ് ബുക്കിൽ കയറും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ആ നഖം വളർന്നാൽ എന്ത് സംഭവിക്കും നമ്മൾ ആലോചിക്കേണ്ടത്. അത് വായിച്ചപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ബോധാനായത്. അങ്ങനെ ഒന്നുണ്ടല്ല, നഖം കൂടിക്കഴിഞ്ഞാൽ സ്വന്തമായി ബാത്റൂമിൽ പോയാൽ വൃത്തിയാക്കാൻ പോലും കഴിയൂല. അപ്പൊ അതുകൊണ്ട് അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ചു നഖം വെട്ടല് അത് പ്രത്യേകം സുന്നത്താക്കി. നഖം വെട്ടുമ്പോ വേദന ഇല്ലാതാക്കി. അതേപോലെ തന്നെ മുടി വെട്ടുമ്പോ വേദന ഇല്ലാതാക്കി. കാരണം ഇതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല, മുടി വെട്ടി ഒഴിവാക്കാനുള്ളതാണ്. വെട്ടുമ്പോ വേദന ഇല്ല. സൗകര്യം അനുസരിച്ച് ആണിനും പെണ്ണിനും കഴിയുന്നത് പോലെ വൈരൂപ്യമില്ലാത്ത രീതിയിൽ വെട്ടാൻ പറ്റും. ഇനി നോക്കൂ.